കണ്ണോട്ടൂടെ തനിക്ക് വയല് വായി നോക്കി നടന്നാലേ ഇങ്ങനെയൊക്കെ പറ്റിയിരിക്കും. ചിലപ്പം തിരിച്ചും വല്ലതും പറ്റിയെന്നിരിക്കും. ഓടി ഇതെന്താ വെള്ളരിക്കാ പട്ടണോ? താമസിയാതെ വല്ലതും പറഞ്ഞു തരും വെള്ളരിക്കാണോ ചുണ്ടയ്ക്കാണോന്ന്. ഇത് കാശ് കൊടുത്ത് വാങ്ങിയ കൊടയാ. എന്റെ ബാഗ് ദാനം കിട്ടിയൊന്നുമല്ല. മനുഷ്യനെ ഉപദ്രവിക്കാൻ ഓരോന്ന് ഇറങ്ങിക്കോ. കൊച്ചുവെളുപ്പം കാലത്ത് ഓരോ മാരണങ്ങൾ വന്ന് പെടുന്നത്. ആ പിന്നെ കണ്ടോളാം. എങ്കിലും നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തെങ്കിലും കാരണവശാൽ ഞാൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നീ ഈ നഗരത്തിൽ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുമായിരുന്നു? അത്രയ്ക്കൊന്നും ഞാൻ ആലോചിച്ചില്ല. ഇനിയും ഞാൻ അവിടെ നിന്നാൽ അമ്മാവനും അമ്മാവിയും കൂടെ അവരുടെ പുന്നാര മോനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കും. അതിനെന്താ, മുറച്ചെറുക്കനല്ലേ? ഒന്നാമത് വിവാഹത്തെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. എനിക്ക് ആൺവർഗത്തിനോട് തന്നെ ഒരുതരം വെറുപ്പാണ്. എന്ന് പറഞ്ഞാൽ നീ വല്ല കന്യാസ്ത്രീ മഠത്തിലും ചേരേണ്ടി വരും. നിന്റെ മുറച്ചെറുക്കൻ എന്താ ഒരു കുഴപ്പം? നമ്പർ 1 ലണ്ണു, കോവർ കഴുത. വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ വേറെ കല്യാണം കഴിച്ചാൽ എന്റെ അച്ഛനും അമ്മയും മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എഴുതി വെച്ച സ്വത്തൊന്നും അവർക്ക് കിട്ടില്ലല്ലോ. അത് വരാതിരിക്കാനാണ് ഈ ലണ്ണുവിനെ കെട്ടാൻ പറയുന്നത്. അതിന് വേറെ ആള് നോക്കട്ടെ. അത് ശരി. ഇപ്പൊ നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഒരു ജോലി സംഘടിപ്പിക്കണം. എന്തായാലും മതി. പറയാൻ എളുപ്പം, കിട്ടാനാ പ്രയാസം. ഇവിടെ ഞാനും വേറൊരു പെൺകുട്ടിയായിട്ടാണ് താമസിക്കുന്നത്. അവൾ നാട്ടിൽ പോയിരിക്കുകയാണ്. അവൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാവും. പറയുമ്പോൾ നീ തെറ്റിദ്ധരിക്കരുത്. ഒരു ജോലി കിട്ടുന്നവരെ എവിടെയെങ്കിലും ഒരു മുറി വാടകയ്ക്ക് കിട്ടിയാൽ മതി. 2-3 മാസം പിടിച്ചു നിൽക്കാനുള്ള പണമുണ്ട്. ശരി, നമുക്ക് നോക്കാം. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. നീ ഒന്ന് കുളിച്ചുറങ്ങി എണീക്കുമ്പോഴേക്കും ഞാനിങ്ങെത്താം. സർക്കാർ ഓഫീസല്ലേ, ഒന്ന് തല കാണിച്ചാൽ മതി. പണി ചെയ്തില്ലേലും 1-ാം തീയതി ശമ്പള ഷുവർ. എന്നിട്ട് കുന്തം 10 പൈസയിലെ ഇട്ടത്, അതിന് ഇത്രയൊക്കെ മതി. പറ. മക്കളെ ഗോപാലകൃഷ്ണോ, നീ ആയിരുന്നോ? എന്താ രാവിലെ ഇങ്ങ് എത്തിയത്? ഞാൻ ഇനി വീട്ടിലേക്കില്ല. മൂപ്പിലാനെ കൊണ്ട് മടുത്തു. കൊല്ലാൻ പിടിച്ചാലും വളർത്താൻ പിടിച്ചാലും അയാൾ കിയോ കിയോന്നാ. ഒരൊറ്റ കാര്യം കിളവന്റെ തലയിലോട്ട് കയറത്തില്ല. ഇങ്ങനെ തന്തമാരുണ്ടോ? അയാളുടെ തല എന്ന് ഞാൻ കണ്ടോ അന്ന് വരെ എനിക്ക് ഇറങ്ങക്കാരാ. അല്ല, നീ സ്വന്തം അച്ഛനെ പറ്റി തന്നെ അല്ലയോ പറയുന്നത്? ഓ, എങ്ങനെ പറയാതിരിക്ക? കോളേജിൽ നിന്ന് ഇറങ്ങിയ അന്ന് മുതൽ ഞാൻ ചോദിക്കുക കുറച്ച് കാശ് തരാൻ, ഒരു ബിസിനസ് തുടങ്ങാൻ. കേട്ട ഭാവേ ഇല്ല. നീ വെറുതെ എടുത്തിയാലിട്ട് കാര്യമൊന്നുമില്ല. നീ ഇനി വീട്ടിൽ കേറൂല്ല എന്ന് പറഞ്ഞാൽ പോലും ഒരാളുടെ ചെലവ് കുറഞ്ഞു എന്നും പറഞ്ഞ് സമാധാനമായിട്ടിരിക്കുന്ന പാർട്ടി നിന്റെ തന്തപ്പടി. എന്ന് മാത്രമല്ല, ഈ കൂട്ടിനകത്ത് ഒറ്റയ്ക്ക് താമസിച്ചിട്ട് തന്നെ വൈകുന്നേരം ആകുമ്പോൾ ഒരു ചിന്നതടിക്കാനുള്ള ബന്ധപ്പാട് എനിക്കേ അറിയൂ. നീയും കൂടി ഇങ്ങോട്ട് വന്നാ അതുമില്ല. നമുക്ക് പട്ടയാക്കാം, ഏതായാലും ഫിറ്റായ പോരെ. ഈ ചിന്നതെന്ന് പറഞ്ഞതേ പട്ട തന്നെയാ. 1-ാം തീയതി ആകുമ്പോ എണ്ണിച്ചുട്ട അപ്പം പോലെ കിട്ടുന്ന 500 രൂപയും വെച്ചോണ്ട് സ്കോച്ച് കുടിക്കാൻ ഞാൻ ആരാ? കൊച്ചിരാജന്റെ കൊച്ചുമോനെ വല്ലോ ആണോ? പിന്നെ ഞാൻ എന്തോ ചെയ്യും? ഒരു 5-6 ചീറ്റൂടെ മലത്തി നോക്ക്. അവസാനം മൂപ്പിൽസ് തന്നെ സഹിയിട്ട് കൊണ്ടുപോയി തൊലയെന്നും പറഞ്ഞ് എന്തെങ്കിലും തരും. ഒരു സീർട്ടോ പിടി ഉണ്ടായിത്താ. നീ ആ തറയിലെങ്ങാനും തപ്പി നോക്കല്ല, കുറ്റിയും കിട്ടും. ഇവിടെ പട മേടിച്ച് പന്തലത്ത് നിന്നപ്പോ പന്തവും കൊളുത്തി പടാന്ന് പറഞ്ഞല്ലോ. ഇടാ, അതാ പറഞ്ഞത്. ഈ നരകത്തിൽ നിന്ന് കരകയറണമെങ്കിൽ നല്ല കാശുള്ള ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ തപ്പിയെടുത്ത് കല്യാണം കഴിക്കണം. നീ നടക്കുന്ന കാര്യമല്ല പറ. അല്ലേലും നിന്റെ തലയിൽ നല്ല ബുദ്ധി കയറത്തില്ലല്ലോ. ഞാൻ ഏതായാലും ഒന്നിനെ ലൈൻ ഇട്ടോണ്ടിരിക്കുക. മിക്കവാറും ഉടനെ തന്നെ ഷെഡിൽ കയറും. അത് കഴിയുമ്പോ എന്റെ ഈ സൈലൊക്കെ അങ്ങ് മാറും. എന്തോന്ന് നീ കാര്യമായിട്ട് പറയണോ? ഇത് കണ്ടോ, മാഡം റൂഷേ. അവക്ക് നാറാതിരിക്കാനാ. ചെലവെന്തോന്നറിയാ? 250 രൂപ. ബോഡി സ്പ്രേ വില 80 രൂപ. പിന്നെ ഷാമ്പൂ, ആഫ്റ്റർ ഷേവ്, ലൊട്ടിലൊടുക്ക എല്ലാം കൂടെ കൂടി ഒരു 50 രൂപ. ഗ്ലാമർ കൂട്ടാനാ യാർഡ്ലി ക്രീം. ഇത് തേച്ചാലേ വെളുക്കും. ഇക്കണക്കിന് പോയാലേ സാറ് തേക്കാതെ തന്നെ വൃത്തിയായിട്ട് വെളുക്കും. ഏതാ ചരക്ക്?
നമ്മുടെ കൊപ്ര മുതലാളി ഇല്ലേ, തേങ്ങാ കോവുന്ന പിള്ള, അങ്ങേരുടെ മോളാ, ഏക മകൾ, ദി ഒള്ളി ഡോട്ടർ. ഒത്താ പിന്നെ ഈ ഹരി ഒരു കൊച്ചു മുതലാളി അളിയാ. ആ വാചകം അടിച്ച് നേരം പോയതറിഞ്ഞില്ല. ഞാൻ ഇറങ്ങുന്നു. നീ വേണമെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നു. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, കള്ളന്മാരെ ഉള്ള സമയമാ, പുറത്തു പോകുമ്പോ പൂട്ടിയിട്ട് പോണം. വരട്ടെ. ഇവിടെ കള്ളം കയറിയ നീ രക്ഷപ്പെട്ടിട്ടാളിയാ. കേറുന്നവൻ ദൈവം നീ 10 രൂപയെങ്കിലും വെച്ചിട്ടു. ദാരിദ്ര്യവാസി. മറ്റേ ചേച്ചിയുടെ കുളിക്കുന്നു. ഇന്നാ പാല് ഒഴിച്ചിട്ട് കുപ്പിയാ. ആ ചിക്കുനെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ? ഇതെന്റെ കൂട്ടുകാരി രേവതി. ഈ ചേച്ചിക്ക് താമസിക്കാൻ ഒരു മുറി വേണം വാടകയ്ക്ക്. ചിക്കു ഒന്ന് അന്വേഷിക്കാമോ? വലിയ പ്രയാസമാ. പിന്നെ ഒരു വീടുണ്ട് ചുപ്രംപട്ടയുടെ. പക്ഷെ അയാളൊരു കന്യ. അവിടെ 2 മുറിയുള്ളൊരു വീട് വാടകയ്ക്ക് കൊടുക്കാണ്ട്. പക്ഷെ ഫാമിലിക്കാ കൊടുക്കൂ. കല്യാണം കഴിച്ചാണോ? അല്ല. എവിടെന്നെങ്കിലും ഒരു ഭർത്താവിനെ ഒപ്പിക്കാമോ? അല്ല, തൽക്കാലം കൂടെ താമസിപ്പിക്കാൻ വിശ്വാസമുള്ള ഒരാളെ ഒപ്പിക്കാമോ എന്ന് ചോദിച്ചതാ. അവൾക്ക് ഇവിടെ ആരെ അറിയില്ല. ചിക്കുവിന് വിശ്വാസമുള്ള ഒരാളുണ്ടെങ്കില് പൊന്നി ചിക്കു അല്ലേ, ചൊക്കൊരു കുട്ടൻ. ആ വിളിയൊന്നും വേണ്ട. ഡാവുല കൈയിരിക്കട്ടെ. കമ്മീഷൻ തരുമോ? തരാം. എന്നാ ശരി, ഞാൻ ചുപ്പന്നെ കാണട്ടെ. ഏതോ ഒരു പുഴയുണ്ടല്ലോ, ഛേ, ഭാരതപ്പുഴ, ഈ രമണനൊക്കെ എഴുതിയ ഒരു, ചങ്ങമ്പുഴ. ആ അത് തന്നെ. അയാളുടെ കവിത കാണാതെ പഠിച്ച് പ്രേമഗീതം പാടി വെറുതെ ഇരിക്കുന്ന കുയിലിന്റെയും പട്ടിയുടെയും ഒക്കെ മുഖത്തു നോക്കി നിന്റെ കണ്ണുകളിൽ വിഷാദം തളം കെട്ടി നിൽക്കുന്നു എന്നും പറഞ്ഞ് ഒരു റൊമാൻറ്റിക് മൂഡ് സൃഷ്ടിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല. എനിക്കല്പം പ്രേമമുണ്ട്, സൗകര്യമുണ്ട്, വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ആ മല്ലിക എന്ത് പറയുന്നു? ഹരി എന്തായി പറയുന്നത്? എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? അച്ഛനോട് ഇതൊന്ന് സൗകര്യമായിട്ട് അവതരിപ്പിക്കണ്ടേ? പിന്നെ അച്ഛൻ എതിർക്കാൻ വഴിയില്ല. അച്ഛനേക്കാൾ വളരെ വലിയൊരു പണക്കാരന്റെ മകനാണ് ഹരി എന്നറിയുമ്പോൾ അച്ഛൻ കണ്ണും പൊട്ടി സമ്മതിക്കും. എന്നാ പിന്നെ അത് വേഗം അങ്ങോട്ടായിക്കൂടെ? ശരി, 2 ദിവസത്തിനകം ഞാൻ പ്രശ്നം അച്ഛനോട് അവതരിപ്പിക്കാം. ഹരിയെ വന്ന് കാണാനും പറയാം. ഹരിയുടെ അച്ഛന്റെ പേരെന്താ പറഞ്ഞത്? രാമുണ്ണി മേനോൻ അല്ലേ? പുത്തൻപുരയിൽ രാമുണ്ണി മേനോൻ അല്ല, മകൻ ഹരികൃഷ്ണൻ. അല്ല, ഇതാര് പാട്ടാശാന? പോസ് കണ്ടപ്പം വിചാരിച്ചല്ല കൊട്ടാരത്തിലായിരിക്കും താമസം. ഇപ്പഴല്ലേ മനസ്സിലായത് പെരുവഴിയാന്ന്. ആ നീങ്ങി വാ, ഇവിടെ ഇരിക്കെ. ഒരു കാര്യം ചോദിക്കട്ടെ? എന്തുവാ? എനിക്കൊരു ഉപകാരം ചെയ്യാമോ? എനിക്ക് ഇവിടെ എവിടെയെങ്കിലും താമസിക്കാൻ ഒരു മുറി ഒപ്പിച്ചു തരാമോ? കമ്മീഷൻ തരാമോ? തരാം. എന്നാ ഒരു വീടുണ്ട്. പക്ഷെ ഒരു കുഴപ്പം. എന്ന് വെച്ചാ? ഭാര്യയുണ്ടോ? ഭാര്യയും കീരിയൊന്നുമില്ല, ഞാൻ ഒറ്റ തടിയാ. എവന്റെ അടുത്ത് വീട് ചോദിക്കുമ്പോ എന്നെ തല്ലണം. എന്നാ ഒരു ഭാര്യ ഒപ്പിക്കാമോ? എന്ന് വെച്ചാ? ഒരു വീടുണ്ട്, പക്ഷെ ഉടമസ്ഥ താമസിക്കാം. 2 മുറി വാടകയ്ക്ക് കൊടുക്കും. ഒന്ന് ഞാൻ എടുത്തോളാം. അതിന് ചുപ്രം പറ്റി സമ്മതിക്കണ്ടേ? അയാൾ ഫാമിലിക്കോ കൊടുക്കൂ. ചുമ്മാ കണ പിണ്ണ പറയാതെ കാര്യം വലിയ നടക്കുമെങ്കിൽ പറ. അതാ പറഞ്ഞൊരു ഭാര്യ ഒപ്പിക്കണമെന്ന്. നമ്മളെ ഒരു കൈയുണ്ട്, പാർട്ടിക്ക് ഒരു മുറി വേണം. നിങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്താവെന്ന് പറഞ്ഞ് വരാമെങ്കിൽ ഞാൻ സംഗതി ഒതുക്കി കൈ തരാം. ഒരല്പം അഭിനയിച്ചാൽ മതി. 2 പേർക്കും സുഖമായിട്ട് താമസിക്കാം. വാടക പകുതി പകുതി. മറ്റേ പാർട്ടി സമ്മതിക്കുമോ? അത് ഞാൻ ഏറ്റു.